ഇനി ഡോക്ടർ കെ.ജെ. യേശുദാസിന് തമിഴ്നാട് സർക്കാരിന്റെ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് പ്രഖ്യാപനം നടത്തിയത്. കലൈമാമണി പുരസ്കാരം ഗായിക ശ്വേതാ മോഹന് സമ്മാനിക്കും. സംഗീത സംവിധായകൻ അനിരുദ്ധിനും പുരസ്കാരമുണ്ട്. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. റഹീസ്, വീണ്ടും ഡോക്ടർ കെ.ജെ. യേശുദാസിന് മറ്റൊരു പുരസ്കാരം കൂടി അദ്ദേഹത്തെ തേടിയെത്തുന്നു. തമിഴ്നാട് സർക്കാരിന്റെ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം അദ്ദേഹത്തിനായിരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? GK ഗാനഗന്ധർവൻ യേശുദാസിനെ തമിഴ്നാട് സർക്കാരിന്റെ ഒരു പുരസ്കാരം കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം കെ.ജെ. യേശുദാസിന് നൽകും എന്നുള്ള കാര്യം അല്പസമയം മുൻപാണ് എം.കെ. സ്റ്റാലിൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സംഗീത രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഒക്ടോബറിൽ നടക്കുന്ന ചടങ്ങിലാകും എം.കെ. സ്റ്റാലിൻ ഈ പുരസ്കാരം യേശുദാസിന് സമ്മാനിക്കുക. ഒപ്പം തന്നെ ഈ 2021, 22, 23 വർഷത്തെ കലൈമാമണി പുരസ്കാരങ്ങളും ഒപ്പം തന്നെ ഭാരതീയർ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫസർ മുരുകേശ പാണ്ഡ്യനാണ് ഭാരതീയർ അവാർഡിന് അർഹനായിരിക്കുന്നത്. ഈ 3 വർഷത്തെ അവാർഡ് പ്രഖ്യാപനമായതിനാൽ തന്നെ നിരവധി ആളുകൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ അഭിനേതാക്കളായിട്ടുള്ള S.J. സൂര്യ, സായ് പല്ലവി, സംവിധായകൻ ലിംഗുസ്വാമി, കലാസംവിധായകൻ M. ജയകുമാർ, അങ്ങനെ പലർക്കും ഈ കലൈമാമണി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം അഭിനേതാക്കളായ വിക്രം പ്രഭു, ജയ VC, അങ്ങനെ ഗാനരചയിതാവ് വിവേക, അങ്ങനെ പലർക്കും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 3 വർഷത്തെ പുരസ്കാര പ്രഖ്യാപനം ഒരുമിച്ചാണ് നടത്തിയിരിക്കുന്നത്. അടുത്ത മാസം ആദ്യവാരം ചെന്നൈയിൽ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ അവാർഡ് നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 90ഓളം പേർക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത മാസം ആദ്യം ഈ അവാർഡുകൾ നൽകും. GK. ശരി, മുഹമ്മദ് റഹീസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.